കോൺഗ്രസ് പാർട്ടിയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും രാഷ്ട്രീയമായും നയസമീപനങ്ങളിലുമുള്ള ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒന്നൊന്നായി മറനീക്കി പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ചാണ് കോൺഗ്രസിലും UDFിലും ഇപ്പോഴത്തെ അസ്വസ്ഥതകൾ തലയുയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച UDF യോഗത്തിനു ശേഷം കൺവീനർ അടൂർ പ്രകാശ് MP കേന്ദ്ര BJP സർക്കാരിന്റെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്നും LDF സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്നും പിന്മാറാനാകില്ലെന്നും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഫണ്ട് വാങ്ങിയെടുക്കുമെന്നും അറിയിച്ചു. ഫണ്ട് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക UDF ഉപസമിതി തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. LDF സർക്കാർ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു എന്നത് വസ്തുതയാണെങ്കിലും വിഷയത്തിൽ മുന്നണിയിൽ എതിർപ്പ് ശക്തമായതോടെ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറിയതായി കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. LDF ഭരണകാലത്ത് PM ശ്രീ പദ്ധതി വിവാദമായതോടെ പദ്ധതിയെ എതിർത്ത UDF വിശിഷ്യ കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായി രംഗത്ത് വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് PM ശ്രീക്കെതിരായ നിലപാട് UDFിന്റെ പ്രചാരണായുധങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയുമുണ്ടായി. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തി ഒരു മാസം പിന്നിടുമ്പോഴേക്കും പഴയതെല്ലാം മറന്നു BJPക്ക് അടിയറവ് പറഞ്ഞ് എങ്ങനെയും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കാനുള്ള തത്രപ്പാടിലായി UDF സർക്കാർ. ഇത് UDFിനെ അധികാരത്തിലേറ്റിയ ജനങ്ങളോടും അതിനുവേണ്ടി വിയർപ്പൊഴുക്കിയ പ്രവർത്തകരോടുമുള്ള നഗ്നമായ വഞ്ചനയല്ലാതെ മറ്റെന്താണ്? PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച UDF കൺവീനറും മുഖ്യമന്ത്രിയും നിരത്തിയ ന്യായീകരണങ്ങൾ കള്ളക്കഥകളാണെന്ന് പിന്നീട് വ്യക്തമായി. ധാരണാപത്രത്തിൽ LDF സർക്കാർ ഒപ്പിട്ടുവെങ്കിലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക കൈമാറുകയോ പദ്ധതിയുടെ പേരിൽ ഫണ്ട് വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും യൂണിയൻ വിദ്യാഭ്യാസ സ്റ്റേറ്റ് മന്ത്രി ജയന്ത് ചൗധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച കോൺഗ്രസ് മുസ്ലിം ലീഗ് MPമാരുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വിഹിതം ലഭിക്കില്ലെന്നതൊഴിച്ച് മറ്റൊരു ബാധ്യതകളുമില്ലെന്നും ചൗധരി പറയുകയുണ്ടായി. വസ്തുത ഇതായിരിക്കെ പദ്ധതി നടപ്പാക്കണമെന്ന മുഖ്യമന്ത്രിയുടെയും UDF കൺവീനറുടെയും ദുർവാശിക്ക് പിന്നിൽ പദ്ധതി വിഹിതം വാങ്ങിയെടുക്കുകയും PM ശ്രീ സ്കൂളുകൾ വഴി ദേശീയ വിദ്യാഭ്യാസ നയം 2020 പിൻവാതിലൂടെ കേരളത്തിൽ നടപ്പാക്കുകയെന്നതുമാണ് ലക്ഷ്യമെന്ന് വ്യക്തമാകുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്നത് വിദ്യാഭ്യാസ മേഖലയുടെ സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റ് വൽക്കരണം, കാവ്യവൽക്കരണം എന്നിവ ലക്ഷ്യം വെച്ചുള്ള RSS ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ്. കോവിഡ് മഹാമാരിയുടെ മറവിൽ ആവശ്യമായ ചർച്ചകൾ പാർലമെന്റിലോ സംസ്ഥാനങ്ങളുമായോ നടത്താതെ രാഷ്ട്രത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് NEP 2020. അതിന്റെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് 2000 വാജ്പേയി സർക്കാർ നിയോഗിച്ച പ്രമുഖ കോർപ്പറേറ്റ് വ്യവസായികളായ മുകേഷ് അംബാനിയും കുരമംഗലം ബിർളയും ഉൾപ്പെട്ട കമ്മീഷന്റെ റിപ്പോർട്ടിലാണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള നയ ചട്ടക്കൂട് സംബന്ധിച്ച റിപ്പോർട്ടിലാണ്. വ്യവസായത്തിനും വാണിജ്യത്തിനും വേണ്ടിയുള്ള പ്രധാനമന്ത്രി വാജ്പേയിയുടെ സമിതിയിലെ അംഗങ്ങളായിരുന്നു ഇരുവരും. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപം, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, വിദേശ സർവകലാശാലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനുമതി നൽകൽ, വിദ്യാർത്ഥികളിൽ നിന്നും ഉയർന്ന ഫീസ് ഈടാക്കൽ, വിദ്യാർത്ഥികൾക്കായുള്ള വായ്പാ പദ്ധതികൾ, ക്യാമ്പസുകളെ രാഷ്ട്രീയ മുക്തമാക്കൽ തുടങ്ങി മേഖലയുടെ കച്ചവട കോർപ്പറേറ്റ് വൽക്കരണം എന്നിവയായിരുന്നു റിപ്പോർട്ടിന്റെ പ്രധാന ഉള്ളടക്കം. അതിന്റെ തീവ്ര കാവ്യവൽക്കരണം കൂടി ഉള്ളടക്കിയ പരിഷ്കരിച്ച പതിപ്പാണ് NEP 2020. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ UDFും സർക്കാരും ആ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനാണോ മുതിരുന്നതെന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ PM ശ്രീ പദ്ധതി നടപ്പാക്കൽ ശ്രമം ഉയർത്തുന്നത്. PM ശ്രീ പദ്ധതി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ഏതാനും കോടികളുടെ ഫണ്ടിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക രംഗങ്ങളെയാകെ തങ്ങളുടെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പുനർനിർമ്മിക്കാനുള്ള കോർപ്പറേറ്റ് ഹിന്ദുത്വ വിശ്വാല അജണ്ടയുടെ ഭാഗമാണ്. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം വഴി സാമൂഹികവും സാമ്പത്തികവുമായ നീതി ജനതയ്ക്കാകെ ഉറപ്പു നൽകുക എന്ന ഭരണഘടനയുടെ വിശാലവും മഹത്തരവുമായ കാഴ്ചപ്പാടിനെ തന്നെ അട്ടിമറിക്കുകയാണ് അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോകുന്ന ജാതി വ്യവസ്ഥയുടെയും നൂറ്റാണ്ടുകൾ നീണ്ട കൊളോണിയൽ അടിമത്തത്തിന്റെയും അവശിഷ്ടങ്ങളിൽ നിന്നും ആധുനിക കോർപ്പറേറ്റ് മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയിൽ നിന്നും രാജ്യത്തെയും ജനങ്ങളെയും വിമോചിപ്പിക്കുക എന്ന ആശയത്തിന്റെ പരാമർശം പോലും അതിൽ എവിടെയുമില്ല. വിദ്യാഭ്യാസത്തിലൂടെ വിമോചനം എന്ന മഹത്തായ ലക്ഷ്യത്തിനു പകരം തലമുറകളെ ഭരണകൂട പ്രത്യയശാസ്ത്രത്തിന്റെയും മൂലധനാധിപത്യത്തിന്റെയും ചങ്ങലകളിൽ തളച്ചിടുകയാണ് മോഡി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യം വെക്കുന്നത്. PM ശ്രീ പദ്ധതിയുടെ പ്രലോഭനത്തിലൂടെ അതിന് തലവെച്ചു കൊടുക്കാൻ കേരളത്തെ അനുവദിച്ചുകൂടാ. UDF കൺവീനർ
പറഞ്ഞതുപോലെ കേന്ദ്രവിഹിതം ആരുടെയും ഔദാര്യമല്ല. അർഹമായ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കുന്നത് ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. നട്ടല് വളച്ച ഔദാര്യങ്ങൾക്ക് കാത്തുനിൽക്കാതെ നിവർന്നു നിന്ന് അർഹമായതും അവകാശപ്പെട്ടതും കണക്കു പറഞ്ഞു വാങ്ങിയെടുക്കാനുള്ള രാഷ്ട്രീയ നിശ്ചയദാർഢ്യവും പോരാട്ടവീര്യവുമാണ് കേരളത്തിന് ആവശ്യം.